നമസ്കാരം. ബേർഡ്മാൻ ഓഫ് ഇന്ത്യ എന്ന വിശേഷണമുള്ള ഇന്ത്യയുടെ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലി ഏറ്റവും കൂടുതൽ നിരീക്ഷണ വിധേയമാക്കപ്പെട്ടിട്ടുള്ള പക്ഷിയാണ് ബായാവീവർ. അങ്ങാടിക്കുരുവിയോട് വളരെയധികം സാദൃശ്യമുള്ള പക്ഷിയാണ് ആറ്റക്കുരുവി. അങ്ങാടിക്കുരുവിയുടെ വലിപ്പമുള്ള ഈ പക്ഷി പൊതുവെ വയലുകൾക്ക് സമീപമാണ് കാണപ്പെടുന്നത്. വീടിൻ്റെ പുറകുവശത്ത് നിറയെ പൂത്തുനിന്ന പാടങ്ങൾക്കിമ്പമായി കുടുംബ വീട്ടിലെ തെങ്ങിൻ ചോലയിൽ ഊഞ്ഞാലാടുന്ന ആറ്റക്കുരുവി ഇന്നലകളിൽ മാറിമറിഞ്ഞ ഒരു ഓർമ്മയായും കൗതുകമായും നിൽക്കുന്നു. പൊതുവെ ആറ്റക്കുരുവി വയലുകൾക്ക് സമീപമാണ് കാണപ്പെടുന്നത്. പ്രജനനകാലത്തൊഴിച്ച് കിളികളിൽ ആണും പെണ്ണും തമ്മിൽ നിറവ്യത്യാസങ്ങളില്ല. വയലുകളോട് ചേർന്ന് നിൽക്കുന്ന ഉയരമുള്ള മരങ്ങളിൽ നെല്ലോല കൊണ്ട് നെയ്തെടുക്കുന്ന നീളവും മുറപ്പുമേറിയ കൂടുകളാണ് ഈ പക്ഷിയുടെ പ്രത്യേകത. തൂക്കണാംകുരുവികൾ ഒന്നിലധികം ഇണകളെ സ്വീകരിക്കുന്ന പക്ഷിയാണ്. കുരുവിയുടെ മനോഹരമായ കൂട് നിർമ്മിക്കുന്നത് ആൺപക്ഷിയാണ്. ഇണയെ കണ്ടെത്തിയ ശേഷമാണ് കൂട് നിർമ്മാണം ആരംഭിക്കുക. 1500 മുതൽ 2000-ഓളം നാരുകൾ ഇതിനായി ശേഖരിക്കും. പെൺപക്ഷി കൂട് നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ പരിശോധനയ്ക്കെത്തും. പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ ബലക്ഷയം കണ്ടെത്തുകയാണെങ്കിൽ ആ കൂട് ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ആൺപക്ഷി അടുത്ത കൂടിൻ്റെ നിർമ്മാണം തുടരും. ഇതേ പെൺപക്ഷിക്ക് തന്നെ 4 ആഴ്ചയെങ്കിലും എടുക്കും നിർമ്മാണം പൂർത്തിയാക്കാൻ. 4-5 കൂടുകൾ ചിലപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാറുണ്ട്. ആ കൂട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആൺപക്ഷി പെൺപക്ഷിയെ ഉപേക്ഷിച്ചു പോയി വേറൊരു പെൺപക്ഷിയെ കണ്ടെത്തും. പിന്നെ അതിന് കൂടൊരുക്കാൻ തുടങ്ങും. അങ്ങനെ പെൺപക്ഷിക്ക് വേണ്ടി 1 മുതൽ 5 വരെ കൂടുകൾ ഉണ്ടാക്കും. ആൺപക്ഷി 1 മുതൽ 4 വരെ ഇണകളെ കണ്ടെത്തുകയും ചെയ്യും. പ്രകൃതിയിലെ അതിശയകരമായ മനോഹാരിതയുടെയും നിർമ്മാണത്തിൻ്റെയും തിരഞ്ഞെടുപ്പിൻ്റെയും പ്രതീകമായ ബായാവീവർ തൂക്കണാംകുരുവി നമ്മുടെ കാർഷിക മേഖലാ സമ്പുഷ്ടീകരണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും നമ്മളിൽ ഉളവാക്കുന്നു. ജയ് ഹിന്ദ്.